എന്താ മാഡം? രണ്ടുപേരോടും എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇത്തവണ മുതൽ ടാക്സേഷൻ ബില്ലുകളിൽ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓഹോ, ആണോ? എന്താ മാഡം? ടാക്സേഷനെ കുറിച്ച് മണിക്ക് എന്തെങ്കിലും അറിയോ? അറിയില്ല. ഓഡിറ്റർ വിളിച്ചിരുന്നു. ഇത്തവണ മുതൽ വീട്ടിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നവർ ആരായാലും അവരുടെയൊക്കെ എഗ്രിമെന്റ് വേണം. അതാ വിളിപ്പിച്ച. വാ, ഇതിലൊന്ന് ഒപ്പിട്. അതെ മാഡം, ഞാൻ പകരക്കാരനല്ലേ. രാജു വലിയ ഒപ്പിടേണ്ടത്. താൻ പകരക്കാരനാണല്ലോ. അടുത്ത തവണ മുതൽ രാജു ഒപ്പിട്ടോളൂ. എന്താ, തനിക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴാ ഞാൻ ഒപ്പിടാറുള്ളത്. ആദ്യം എടുക്കും മാഡം. ആ പേനെടുക്ക്. ഇതിലൊപ്പിട്. തന്റെ ഒപ്പന്നല്ലേ? അത് പറയാൻ പറ്റില്ല മാഡം. എനിക്ക് പല നേരത്ത് പല ഒപ്പാണ്. അത് രാവിലെ മഞ്ഞളുപ്പ വിളിച്ച ഒരൊപ്പ്, അതിപ്പോ ചൂടാവുമ്പോ വേറെ ഒപ്പ്. മതി മതി, എഴുന്നേക്ക്. അയ്യോ, നീങ്ങ വന്നേ. വാ. ജോലിക്കാരി എന്ന നിലയ്ക്ക് മാസാമാസം നീ ഒരു ശമ്പളം കൈപ്പറ്റുന്നുണ്ടല്ലോ. അതിനുള്ള അക്കൗണ്ട്സ് ഇതിലാ ഒപ്പിടേണ്ട. ഈ കാണുന്ന പേജുകളിൽ ഇവിടെ. എന്തേ, വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുള്ളൂ? അല്ല, വായിച്ചു നോക്കണമെങ്കിൽ നോക്കിയോ. എനിക്ക് വായിക്കാൻ അറിയില്ല മാഡം. മറ്റുള്ള എല്ലാ കാര്യത്തിലും മിടുക്കിയാണല്ലോ. വിദ്യാഭ്യാസം മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ഇവിടെ ഒപ്പിട്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. അതിന് ഞാൻ കൃത്യമായ ഒരു ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിലത്രേ ഉള്ളൂ. ഒപ്പിട്. പിന്നെ ഇതിനെക്കുറിച്ച് ഇവിടെ വലിയ ചർച്ച നടത്തണമെന്നില്ല. നിന്നെ വേലക്കാരിയായിട്ട് അംഗീകരിക്കാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടാണല്ലോ. മനസ്സിലായോ? പൊയ്ക്കോ.